ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ടൂർ പോയതിൻ്റെ പാർട്ട് ടു ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൂർ പോയിട്ട് ഒരാഴ്ച ഒന്നര ആഴ്ച ആകാറായി. പക്ഷെ ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ട് 2 ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റായി. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഫസ്റ്റ്, പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഇത് നമ്മളെ മാജിക്കിൻ്റെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മാജിക്കിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ആ ഒരു മാജിക്കിൻ്റെ ആണ്. അപ്പോൾ നമ്മളെ നാസ് വടകരയാണ് ഈ ഒരു മാജിക്കാരൻ. അപ്പോൾ ഞാൻ ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവർ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. പിന്നെ യൂട്യൂബിലെല്ലാം അടിച്ചു നോക്കിയാൽ മതി, നമ്മളെ നാസ് വടകരൻ്റെ പല വീഡിയോസും ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ മാജിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാൻ സൗണ്ട് ആക്കാനിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ഈ ഒരു മാജിക്കാണ് ചെയ്യുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ
അപ്പോൾ അങ്കിള് 1 2 3 പറയുമ്പോൾ മോള് 1 2 3 അങ്ങനെ പറയാം 1 2 അപ്പോൾ ഞാൻ ഈ കാര്യം അങ്കിള് 1 2 3 പറയുമ്പോൾ മോൾ കഴിഞ്ഞ നിങ്ങൾ കണ്ടതൊക്കെ മാജിക് ട്രിക്സുകളാണ്. നിങ്ങൾ ഞാൻ ആരാ എന്നറിയാതെയാണ് ഇവിടെ പറഞ്ഞത്. 100% മുമ്പുള്ളവർക്ക് നാസ് വടകര എന്ന് പറയുന്ന നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് നാസ് വടകര എന്ന് പറയുന്ന മനുഷ്യൻ. ഇനി ഇതുവരെ കണ്ടതൊക്കെ ട്രിക്സുകളാണ്. കാരണം അത് നല്ല പലതിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ കവളിപ്പിച്ചതാണ്. ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്ന മാജിക് കുറച്ച് റിയൽ മാജിക്കുകളാണ്. എന്തായാലും നിങ്ങൾ വലപ്പുറം വന്നതുകൊണ്ട് ഈ ഇളയ കലാകാരൻ്റെ മാജിക് ഞാനിനി കുറേ എന്നെ പൊക്കിയിട്ടൊന്നും പറയുന്നില്ല. ഇതുവരെ ഞാൻ മൈക്രോഫോൺ എടുത്തിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല, 2 മൈക്രോഫോൺ ഉണ്ട്. സമയം നിരൂപിക്കേണ്ടതില്ല. എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. 20 മിനിറ്റിനുള്ളിൽ എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും കാണിക്കാം. പക്ഷേ എനിക്കുള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മാജിക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വന്ന ടീച്ചേഴ്സ്മാർ നിങ്ങളുടെ സ്കൂൾ എന്ത് പരിപാടി നിങ്ങൾക്ക് എന്ന് നോക്കും. അങ്ങനെയാണ് ഇവിടെ ഏകദേശം ഞാനിവിടെ 2.5 വർഷമായി ഇപ്പോൾ ശനി ഞായർ കിട്ടുന്നത്. ഈ ഇതിനിടയിൽ 347 സ്കൂള് പിന്നെ ഈ 2.5 വർഷത്തിനുള്ളിൽ പ്രോഗ്രാമിലും എല്ലാത്തിനും പോയിട്ടു. അതാണ് എൻ്റെ ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ എന്നെ കൊണ്ട് ചിലപ്പോൾ 7 സ്കൂളൊക്കെ ചില ദിവസം പഠിക്കുമ്പോൾ എനിക്ക് 2 പോകാൻ പറ്റും. 2 പോയിട്ട് ഞാൻ ഒഴിവാക്കാറാണ്. എന്ത് പേരൻസ് മീറ്റിങ്ങിലും എന്ത് സ്കൂളിൻ്റെ എന്ത് വികസന പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ അവരെഴുതുക പ്രശസ്തമാണ് നാസ് വടകരയിലെ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് എന്നെ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലും ഫോണിലൊക്കെ സെർച്ച് ചെയ്താൽ ഞാൻ അറിയാം. പിന്നെ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന മാജിക്ക് ഇവിടെ ഒരു ഹിപ്നോട്ടിസോ ഷത്താൻ്റെ സേവയോ ജിന്നിൻ്റെ സേവയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഞാനങ്ങനെ കവളിക്കുന്നു എന്ന് നോക്കുക. ഇതിൽ കുറച്ച് പ്രായം കുറഞ്ഞ ആളാരാ? റെഡിയാണ്. പ്രായം കുറഞ്ഞ ആളാരല്ലേ ഇത്? ആരാ? സുമയ്യ. ആരാ? റായി ആരാ? ക്യാമറ 32 65
124, 128, 256, 512. One more. Okay. Now 1024 pieces in my right palm. First I am linking, again I am transferring. How can linking, how can transferring? എന്തായാലും ആ സുന്ദരിയായ മോളിങ്ങോട്ട് പോയി നിങ്ങൾ തന്നെ പോയി വെള്ളം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പോയി ഞാൻ ഒരു നല്ല കയ്യടി കൊടുത്താൽ സുന്ദരിക്ക് എന്തായിരുന്നു പേര്? നല്ല പേരും നല്ല പേരാ. അപ്പോ ഇവിടെ നോക്കുക, ഇതെന്റെ ഇടത് കൈ, ഇതെന്റെ വലത് കൈ. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. പിന്നെ എന്റെ ഭാര്യ എന്താ പറയാന്നറിയാം, റാഹിലയെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ഷാനിയെ നന്നായിട്ട് അറിയാം. അത് നിങ്ങളെ ഭയങ്കര സാമർഥ്യമാണെന്നൊക്കെ പറയും. ഇവിടെ കാണാം എവിടെയാണ് ഞാൻ സാമർഥ്യം ഉപയോഗിക്കുന്നത്. നോക്കുക, ഇതെന്റെ ഇടത് കൈ, ഇതെന്റെ വലത് കൈ. റെഡി 1 2 3 4. റെഡി 1 2 3 4. പ്ലീസ് ടേക്ക് പുറത്തേക്ക് എടുത്തോളാം. Again take the one beats out. Beats പുറത്തേക്ക് അടിച്ച മക്കളെ. ഇത് കണ്ടില്ലായിരുന്നു. 85 വർഷങ്ങൾക്ക് മുമ്പ് 85 വർഷങ്ങൾക്ക് മുമ്പ് DC സർക്കാർ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് കാണിച്ച മാജിക്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന മാജിക് 38 വർഷമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും 36ഓളം വിദേശ രാജ്യങ്ങളിലും നമ്മുടെ തൊട്ട അയൽരാജ്യമായ തായ്ലൻഡ്, ബർമ, തൈവാന്, സിംഗപ്പൂർ, മലേഷ്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലും ഈ മാജിക് കാണിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മാന്ത്രികനാണ് നിങ്ങൾക്കും പറയാം, ഞങ്ങളും കണ്ടു നാസ് വടകരയുടെ മാജിക്. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. നിങ്ങളെ കണ്ടിന് ഞാനിവിടെ കവളിപ്പിക്കുന്നു. ഇത്രയും സ്പീഡ് ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കുക. ഇനി ഇത് കണ്ടതിന് ശേഷം കുറേ വലിച്ചു നീട്ടാനുള്ള സമയമില്ല. 20 മിനിറ്റാണ് പറഞ്ഞ്, ഇപ്പോൾ അരമണിക്കൂറായി. ഇവിടെ 36ഓളം ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും കാണിക്കാൻ എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് കാണാനും സമയമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതിനു വേണ്ടി വന്നതല്ല പ്രിപ്പയറിങ്. നിങ്ങൾ എന്തായാലും എന്നെ ഒരു ദിവസം സ്കൂളിൽ വിളിച്ചാൽ മതി. നമുക്ക് 1.5 മണിക്കൂർ ആടിയും പാടിയും, അപ്പോൾ അത് 3 മണിക്കൂർ തന്നെ ഡാൻസൊക്കെ ആയിട്ട് നല്ല കളറാക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ, വാർഷികത്തിന് ഒരു മിനിറ്റ്. അപ്പൊ ആ മാജിക്കാണ് മോളെ ഇവിടെ ഇരുന്ന നമ്പറുകൾ പോകുമ്പോൾ വായിച്ചാൽ മതി. അപ്പൊ പിന്നെ വേറെ ഒന്ന്, അപ്പൊ ഇനി ആ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണിനെ ഞാനിങ്ങനെ കബളിപ്പിക്കുന്നതാണ്. ഇവിടെ വന്നത് കുഞ്ഞ് കരയോ നിങ്ങളെ എന്നാ? അല്ല, കുഞ്ഞിനെ അവിടെ ഇരുത്തിയാൽ കരയോ? നിങ്ങളുടെ കയ്യിൽ മോതിരമുണ്ടോ? മോതിരമുണ്ട്. എന്നാൽ നിങ്ങൾ കേട്ട് ഒരു കുഞ്ഞവിടെ നിന്നോട്ടെ. കുഞ്ഞിനൊരു മുട്ടായി കൊടുക്കാം, സാരമില്ല. വേഗം വാ. അവിടെ ഇരുന്നു. ഒരു രണ്ടാളും കളിക്കും. വേഗം വാ അവിടെ നിന്ന് മോളെ കിട്ടും. എന്താ പേര്? വേഗം അവിടെ വെച്ച് വേഗം വാ. ഒരാൾ മതി. ഞാൻ പിന്നെ വിളിക്കും. വേഗം വാ. മിണ്ടല്ല. മായമാണ് നടക്കുന്നത്. അതിലുള്ള ഒരു മായാജാലം കൂടിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണിനെ ഞാനിങ്ങനെ കവളിപ്പിക്കുന്നത്. ഇവിടെ ഒക്കെ മുന്നോടിയായിട്ട് ഒരു താക്കോൽ കൂട്ടം സാറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള പിന്നിലുള്ള ഇതിവിടെ പിടിച്ചു. ഞാൻ ഇനി അടുത്തതായിട്ട് ഒരു ബോക്സ് കൂടി കൊടുക്കാം. ഒരു മോതിരടിച്ച ഇവിടെ ഒരു മാരേജ് റിംഗ് തന്നിട്ടുണ്ട്. ഇവിടെ പേര്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിൽക്കാണ് ഒരു ഇതാണ് എടുക്കുന്നത്. ഇവിടെ ഉണ്ടോ ഇത് ചെറിയ ഭാഗം ഇവിടെ പിടിക്കും. കാരണം എന്തിനാന്ന് പറഞ്ഞാൽ സൂചി കൈക്ക് തട്ടിപ്പോകും. ഒരു 2-3 പ്രാവശ്യം ഈ ജയന്തി ഇവിടെ പിന്നെ ഇടത് കൈ ഇങ്ങനെ വലത് കൈ അവിടെ ചെറിയ കാരണം സൂചി ഇങ്ങനെ തട്ടിപ്പോകും. മതി.
അപ്പോൾ ഇതിൽ എന്തായാലും നമ്മൾ വിളിച്ചവരെ നിരാശപ്പെടുത്തുന്നില്ല. ഇത് നിങ്ങൾ തന്നെ ഇവിടെ പിടിച്ചു. നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ ഇവിടെ ആദ്യമായിട്ട് ഒരു താക്കോൽ കൂട്ടം പിന്നെ ഒരു ബോക്സ് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ കെട്ടുക ചെയ്യുന്നത്. അവിടെ ഉണ്ടല്ല അത് സ്വർണ്ണമല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല. ഇവിടെ ഉണ്ടോ നോക്കിയാൽ വേഗം നോക്കി. ഇവിടെ ഉണ്ടോ നോക്കിയാൽ ഇവിടെ ഉണ്ടോ നോക്കിയാൽ പ്രായമുള്ള എല്ലാവർക്കും ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ഈ റിങ് ഉണ്ട്. ഇത് കുറെ സമയം വൈകിട്ടില്ല. ഇത് നിങ്ങളെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ്. ഈ വടിയിലൊന്നുമില്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉരുവിടുന്ന മന്ത്രം നിങ്ങൾ പഠിച്ചു വെച്ചോ. കാരണം മോയിൻകുട്ടി വൈദ്യർ 1400 വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞതിലൊക്കെ അതിൻ്റെ മുമ്പേ മിസ്രിൽ നിന്ന് ഉപയോഗിക്കുന്ന പദമായിരുന്നു. ഈ പദം പഠിച്ചു വെച്ചോ. മോയിൻകുട്ടി വൈദ്യർ എല്ലാ മാപ്പിള കവിതയിലും ഈ പദം ഉൾപ്പെടുത്താറുണ്ട്. ജിൽ ജിൽ ഫോക്കസ് ഫോക്കസ് അപ്രാക്കാക്ക. ഈ പദത്തിൽ നിന്നാണ് ജിൽ ജില്ലെന്നും ജില്ലെന്നും കാൽപ്പടത്തിൽ ദോശ എന്നുള്ള പദമൊക്കെ വന്നത്. ഒരിക്കൽ കൂടി ഇപ്പോൾ ഒരു പുതിയ സിനിമയിൽ വന്നിട്ടുണ്ട്. ജിൽ ജിൽ ഫോക്കസ് ഫോക്കസ് അപ്രാക്കാക്ക. ഇതാണ് ആ പദം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സാധനവും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കിട്ടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചില മാന്ത്രികരെ എല്ലാവരും ഇല്ല. ഇനി ഇവിടെ നോക്കുക വളരെ വ്യക്തമായിട്ട് ഞാനിതിൻ്റെ എന്താണ് പിടിക്കുന്നത്. എവിടെയാണ് പിടിക്കുന്നത്? എൻ്റെ മിഡിലാണ് മോതിരുള്ളത്. എന്തായാലും എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യില്ല. ഹൗസ് വൈഫ്. അപ്പോൾ ഇവിടെ നോക്കുക. റെഡി 1 2 3 അതിലേക്ക് തന്നെ കളിയല്ല നിങ്ങളുടെ ഭാഷ ഞാൻ ഇങ്ങോട്ട് തങ്ങിയതല്ല പറഞ്ഞേ. വേണ്ട പോട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ. ആ ചാകിയുള്ള ആളും വരിക, ആ ബോക്സിലുള്ള ആളും ഇങ്ങോട്ട് വാ. വേഗം വാ, വേഗം വാ, വേഗം വാ. കുഞ്ഞോടെ എടുത്തു. സാർ ഇവിടെ നിന്ന് എല്ലാവരും നിങ്ങളാണ് ഇതിന്റെ ജഡ്ജി. ഇത് തുറന്നു. ഇത് ലോക്ക് ചെയ്ത ഇതാ ഇത് പതുക്കെ തുറക്കുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കുക. ഇത് 4 റബ്ബർ ബാൻഡാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ബോക്സിലും ഓരോ ബോക്സ് തുറന്നാൽ മതി. വേണ്ട ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാം സഹകരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പതുക്കെ കൈ വറക്കുന്നേ. ജോലി വരഞ്ഞാത്ത ഇറക്കുന്ന കൈ വറക്കുന്ന ഇപ്പം അതിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാവരുടെയും കൈ വാങ്ങിച്ചു. അപ്പോ നിങ്ങൾ ആലോചിക്കണ്ടേ, ഒരു റബ്ബർ ബാൻഡ് തന്നെ ഇടാൻ തന്നെ എത്ര സമയം വേണമെന്നുള്ളതാണ്. അങ്ങനത്തെ ഈ 9 റബ്ബർ ബാൻഡ് അതിൻ്റെ ഇടയിൽ 10ാമത്തെ ബോക്സിനുള്ളിൽ ഇതെങ്ങനെ വന്നോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. അപ്പൊ ഞാൻ അപ്പോ ഓക്കെ. ഹലോ, നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരുപാട് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സമയമില്ല. പിന്നെ നമുക്ക് ഇനി അടുത്ത ഒരു വേദിയിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. ഇതാണ് ഇതിനുള്ള ഇടങ്ങാറ്. ഓക്കെ. ആ ബോക്സ് കൊടുക്കണ്ടേ?
പക്ഷിക്ക് ജീവനുണ്ടല്ലോ. കുറച്ച് വലിപ്പമുള്ള ഒരു ബോയ്സ് ഉമ്മാന്റെ അങ്ങനെ മിണ്ടല്ല ആശു അതയ്ക്കാത്ത ഇങ്ങനെ നടക്കുന്നു വേറെ ഒന്നില്ല. അത് ഉമ്മാനെ വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത് കാണാൻ പോകുന്ന മാജിക് വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. ഞാനൊരു കറകളഞ്ഞ ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ കടന്നുകൂടിയതിന് നഖശികാന്തം എതിർക്കുന്ന ഒരാൾ കൂടിയാണ്. മുല്ലാക്കല്ലാത്ത ചില മുല്ലാക്കന്മാർ, വൈദ്യരല്ലാത്ത ചില വൈദ്യന്മാർ, തങ്ങളല്ലാത്ത ചില തങ്ങന്മാർ നമ്മൾ ചില വിദ്യകൾ ഉപയോഗിച്ച് നമ്മളെ കബളിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് വലിയ അമാനുഷികത ഉണ്ട് എന്നൊക്കെ. അതേപോലെ അതിൽ സ്വാമിജിമാരും പുറകോട്ടല്ല, ജ്യോതിഷന്മാരും പുറകോട്ടല്ല, പാസ്റ്റർമാരും തട്ടിപ്പിൻ്റെ കാര്യത്തിൽ ആരും പുറകോട്ടല്ല. ഇതിൽ അകപ്പെട്ടു പോകുന്നത് ഒരു മിനിറ്റ് സ്ത്രീകളാണ്. ആദ്യം അവരുടെ ടാർഗറ്റ് കുറച്ച് പണങ്ങൾ, പിന്നെ ഞാൻ പുറത്ത് പറയാൻ മടിക്കുന്ന ചില അവസരങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും വേണ്ട. അവർ ഈ കണ്ണൂരിലാണെങ്കിൽ നാളെ അവർ സ്ഥലം വിട്ട് മലപ്പുറത്തായിരിക്കും, മറ്റന്നാൾ കോഴിക്കോടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് സ്വാമിജിമാരും ജ്യോതിഷന്മാരും തങ്ങന്മാരും മുല്ലാക്കന്മാരും ഒക്കെ പിറവിയെടുക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ അവർ കാണിക്കുന്ന ഒരു മാജിക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് ഏകദേശം 14ഓളം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയൊരു മാജിക്കാണ്. ഈ വിദ്യ തന്നെയാണ് പണ്ട് മുംബൈയിൽ വെച്ച് ഒരു പ്രതിമയുടെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാം. പ്രതിമ പാല് കുടിക്കുന്നു എന്ന് പറഞ്ഞത് UAE വെച്ച് ആ പ്രതിമ എങ്ങനെയാണ് പാല് കുടിക്കുന്നത് എന്ന് റിവ്യൂ ചെയ്ത ആളാണ് ഈ ഇളയ കലാകാരൻ നാസ് വടകര. നിങ്ങൾക്കും അത് കാണാൻ കഴിഞ്ഞു. പിന്നെ ഇത് തന്നെ നീലേശ്വരത്ത് വെച്ച് കാണിച്ചപ്പോൾ എന്നോടൊരു സ്വാമിജി പറഞ്ഞു, മോനെ നാസ്ബായി, മോനിത് റിവ്യൂ ചെയ്യരുത്. ഇതിൻ്റെ അകമ്പറ്റിക്കൊണ്ട് കേരളത്തിൽ 26,000ഓളം സ്വാമിമാരുടെ ജീവിതം അന്നം കഴിയുന്നുണ്ട്. കാരണം മോനിത് റിവ്യൂ ചെയ്യണ്ട, ഇത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. മോനിത് കാണിച്ചു. അവർ സ്വാമിജി നിങ്ങളിങ്ങനെ പറഞ്ഞാലോ, നമ്മൾക്ക് ഒരു സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമില്ലേ, തട്ടിപ്പ് ഇന്ന് നാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസമല്ലേ നഷ്ടപ്പെട്ട. അപ്പോൾ എന്നോട് പറഞ്ഞ് മോനതൊരു കണ്ണടച്ചയാളാണ്. കാരണം അപ്പോൾ ഞാൻ പറയും ഞാൻ കണ്ണടക്കാം, പക്ഷെ ഞാനിതെൻ്റെ മരണം വരെ ഞാൻ കാണിക്കുന്നു. പക്ഷെ ഞാനിത് കാണിക്കും തോറും എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും APJ അബ്ദുൽ കലാമിൻ്റെ അടുത്തുനിന്ന് വരെ പുരസ്കാരങ്ങളാണ് കിട്ടിയത്. അത്തരത്തിലുള്ള ഒരു മാജിക്കാണ്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എനിക്കുള്ള ഏറ്റവും വലിയ നേട്ടം കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു അന്ധവിശ്വാസത്തിൽ നിന്നും കരകയറി നിങ്ങൾക്ക് എന്നും ഓർക്കാൻ കഴിയും. ഞങ്ങളും വയറപ്പുറം പോയപ്പോൾ നാസ് വടകര എന്നൊരു മാന്ത്രികൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തുറന്ന് കാണിച്ചുകൊണ്ട് ചെയ്ത ഒരു മാജിക്കാണിത്. കാരണം അന്ധവിശ്വാസത്തിൽ നിന്നും നിങ്ങൾ വളരെ അകത്താവും. അതാണ് എൻ്റെ നേട്ടം. വളരെ ശ്രദ്ധാപൂർവ്വം. ഇതിന് ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല. പലരും നമ്മളെ കബളിപ്പിക്കുന്നുണ്ട്. നോക്കുക, വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക. വളരെ തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 3 പേപ്പർ ഗ്ലാസ് ഇതാ, വളരെ വ്യക്തമായിട്ടുള്ള ഇതിലെന്തെങ്കിലും ഉണ്ടാവണം, ഇതിലെന്തെങ്കിലും ഉണ്ടാവും, ഇതിലെന്തെങ്കിലും ഉണ്ടാവും. മോളിലൂടെ പിടിച്ചോ ഒരു മിനിറ്റ്. ഒരു ഗ്ലാസ്സിലെ വെള്ളം ഞാൻ ഇതില്ല അളന്നൊഴിക്കുന്നില്ല. കാരണം അളന്നൊഴിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇല്ല. അങ്ങനെ ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാ മോളവിടെ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്, ഇനി കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നാസ് വടകരൻ്റെ അടിപൊളി മാജിക്കൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബായ്.